അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ല, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ. മുൻ DCC പ്രസിഡന്റുമാരായിരുന്ന എല്ലാതിന്റെ നോംസ് അനുസരിച്ച് വെച്ചാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം. ഞാൻ അതിലൊരു കമന്റും പറയുന്നില്ല. എനിക്ക് ആകെയുള്ളൊരു ചെറിയ വിഷമം അതിന് KPCCയുടെ സെക്രട്ടറിമാരെ അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള. കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ട്, പാർട്ടിക്കകത്തുണ്ട്. ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരെയും കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുള്ള KPCC സെക്രട്ടറിമാരുടെ പട്ടികയും കൂടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം മാത്രമേ ഞാൻ അതിൽ പങ്കുവയ്ക്കുന്നത്. അല്ലല്ല, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല. ഞാൻ അതിന് സംഘടനാപരമായ കാര്യങ്ങളെ കുറിച്ച് കമന്റ് പറയാൻ പാടില്ല. സംഘടനാപരമായ കാര്യങ്ങൾ ഈ ടീം KPCC ആണ് നിയന്ത്രിക്കുന്നത്. അല്ലല്ല, അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചൊന്നും മുതിർന്ന നേതാക്കളെ കൂടി ഉൾക്കൊള്ളി ഞാൻ അതിനെക്കുറിച്ചൊന്നും കമന്റ്. സംഘടനാപരമായ കാര്യത്തിൽ KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും. നിങ്ങൾ വേറെ രാഷ്ട്രീയ വിഷയങ്ങളോ വല്ലതും. മന്ത്രി ശിവൻകുട്ടി പട്ടികയ്ക്കെതിരെ ഒരു പരിഹാസം ഉന്നയിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ. 100 കടക്കുന്നു എന്ന് പറഞ്ഞു. മൊത്തം CPM സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? സെക്രട്ടേറിയറ്റിൽ എത്ര പേരുണ്ട്? ഇതിനേക്കാൾ കൂടുതൽ ആളുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു ശിവൻകുട്ടിയെ. ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്തതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ CPM സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. എനിക്കറിയാം അതിന്റെ കണക്ക് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഞങ്ങൾ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ എല്ലാവരും കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാര്, അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടി ഇപ്പൊ KPCC ഒന്ന് എണ്ണി നോക്കാൻ പറയാം. ആ ലിസ്റ്റ് എടുത്തിട്ട് ശിവൻകുട്ടിയോട്. ഞാൻ വെല്ലുവിളിക്കുക. അതിനേക്കാൾ കൂടുതലുണ്ട്, അത് അറിയണം. സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് അറിയണം. എന്നിട്ട് വേണം വേറെ വല്ലവരെയും ചൊറിയാൻ പോവാൻ.